നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷനാണ്. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായ എഴുത്തുകാരൻ ആര്? PN ഗോപികൃഷ്ണനാണ്. കഴിഞ്ഞൊരു എക്സാമിന് PSC ചോദിച്ച ചോദ്യമാണ്. PN ഗോപികൃഷ്ണന്റെ ഏത് കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്? കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന്. ഇപ്പൊ PN ഗോപികൃഷ്ണന്റെ ഏത് കൃതിക്കാണ് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് 2023 ഓടക്കുഴൽ പുരസ്കാരം PN ഗോപികൃഷ്ണന് ലഭിച്ചത്. PN ഗോപികൃഷ്ണൻ. വിനോദസഞ്ചാരികൾക്ക് തുളസി ചെടികളെ കുറിച്ച് കൂടുതൽ അറിവ് പകരാൻ വേണ്ടി സംസ്ഥാന വനം വകുപ്പ് ഏത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് തുളസി വനം ആരംഭിച്ചത്? പത്തനംതിട്ടയിലെ കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് തുളസി വനം. എവിടെയാണ്? കോന്നിയിലാണ് എന്നോർത്താൽ മതി. തുളസി വനം കോന്നി. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിച്ചത്? വിനോദസഞ്ചാരികൾക്ക് തുളസി ചെടികളെ കുറിച്ച് കൂടുതൽ അറിവ് പകരാൻ വേണ്ടി സംസ്ഥാന വനം വകുപ്പ് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് തുളസി വനം ആരംഭിച്ചത്. കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തിന്റെ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി എവിടെ? കോഴിക്കോടാണ് കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്: നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 ലഭിച്ചതാർക്കാണ്? ചിത്ര വിശ്വേശ്വരനാണ് 2024 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത്. അതെന്തിനാ നൽകുന്നത്? നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് നിശാഗന്ധി പുരസ്കാരം നൽകുന്നത്. 2024 ലഭിച്ചത് ചിത്ര വിശ്വേശ്വരൻ. ഇടുക്കിയിലെ കുളമാവ് മേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഓന്ത് ഇനത്തിന്റെ പേര്? വടക്കൻ കങ്കാരു ഓന്ത്. അപ്പൊ ഈ വടക്കൻ കങ്കാരു ഓന്ത്, നോർത്തേൺ കങ്കാരു ലിസാർഡിനെ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? അടുത്തിടെ ഇടുക്കിയിലെ കുളമാവ് മേഖലയിൽ നിന്നാണ് കണ്ടെത്തിയത്. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. മുൻ MLAയും VKC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാനുമായ VKC മുഹമ്മദ് കോയയുടെ ആത്മകഥയുടെ പേരാണ് ഇനിയും നടക്കാം. VKC ചെരുപ്പുകൾ. ഇപ്പൊ VKC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാൻ VKC മുഹമ്മദ് കോയയുടെ ആത്മകഥയുടെ പേരെന്ത്? ഇനിയും നടക്കാം. അടുത്തൊരു പരിശോധനയാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേഷൻ സുതാര്യത. എന്താണ് ഈ ഓപ്പറേഷൻ സുതാര്യത? ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. അപ്പൊ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്ത്? ഓപ്പറേഷൻ സുതാര്യത. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യം ഒന്ന് റിവൈസ് ചെയ്യാം. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ്. പത്തനംതിട്ടയിലെ കോന്നിയിലാണ് തുളസി വനം ആരംഭിച്ചത്. കോഴിക്കോടായിരുന്നു കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി. നിശാഗന്ധി പുരസ്കാരം 2024 ചിത്ര വിശ്വേശ്വരനാണ് ലഭിച്ചത്. ഇടുക്കിയിലെ കുളമാവ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഓന്തിനത്തിന്റെ പേരാണ് വടക്കൻ കങ്കാരു ഓന്ത്. ഇനിയും നടക്കാം എന്നത് VKC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാനായ VKC മുഹമ്മദ് കോയയുടെ ആത്മകഥയാണ്. ഓപ്പറേഷൻ സുതാര്യത വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപകമായ മിന്നൽ പരിശോധനയാണെന്ന് ഓർക്കുക. അടുത്തത്: ലക്ഷദ്വീപിലെ വാർത്താവിനിമയ സംവിധാനം മെച്ചപ്പെടുത്താൻ കൊച്ചിയെയും ലക്ഷദ്വീപിനെയും കടലിനടിയിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര്? നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ലക്ഷദ്വീപിലെ വാർത്താവിനിമയ സംവിധാനം മെച്ചപ്പെടുത്താൻ കൊച്ചിയെയും ലക്ഷദ്വീപിനെയും കടലിനടിയിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതി ആര് ഉദ്ഘാടനം ചെയ്തു? നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. MK സാനുവിന്റെ ഒരു പുസ്തകമാണ്. MK സാനുവിന് അടുത്തിടെ
കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചു 2024. മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ നടന വൈഭവത്തിന്റെ ആഴം അനുഭവിപ്പിക്കുന്ന രചനയായ മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? MK സാനു. അടുത്ത ചോദ്യം അടുത്തിടെ PSC ഒരു എക്സാമിന് ചോദിച്ചതാണ്. ആദ്യ AI പ്രോസസർ കേരള സംസ്ഥാനത്തിന്റെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസറാണ് കൈരളി AI വികസിപ്പിച്ചു. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് ഇത് വികസിപ്പിച്ചത്. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് AI അധിഷ്ഠിത ആപ്ലിക്കേഷനുകൾക്കായി പ്രോസസറുകൾ നിർമ്മിച്ചത്. ആരോഗ്യം, വ്യോമയാനം, ഗതാഗതം തുടങ്ങി നിരവധി മേഖലകളിൽ പ്രോസസർ ഉപയോഗിക്കാനാകും. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാലയിൽ AI പ്രോസസറുകൾ വികസിപ്പിക്കുന്നത്. അപ്പോൾ കൈരളി AI ആണ് കേരള സംസ്ഥാനത്തിന്റെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി പ്രോസസർ എന്ന് ഓർക്കുക. ഏഷ്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് സംവിധാനം സൃഷ്ടിക്കാൻ IIT മദ്രാസുമായി സഹകരിക്കുന്ന കമ്പനിയാണ് ആർസലർ മിത്തൽ എന്ന കമ്പനി. ഏഷ്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് സംവിധാനം സൃഷ്ടിക്കാൻ IIT മദ്രാസുമായി സഹകരിക്കുന്ന കമ്പനിയാണ്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടതാണ്. 2024 UK വീശിയടിച്ച കൊടുങ്കാറ്റാണ് ഹെങ്ക് കൊടുങ്കാറ്റ്. ഹെങ്ക് കൊടുങ്കാറ്റ് UK. ഹെങ്ക് കൊടുങ്കാറ്റ് എവിടെയാണ് വീശിയടിച്ചത്? UK. UAE ഇന്ത്യ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖലയാണ് ഭാരത് പാർക്ക്. ഭാരത് പാർക്ക് എവിടെയാണ് ഇന്ത്യ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്? UAE. അടുത്ത ചോദ്യം ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെക്കാൻ തീരുമാനിച്ചത് ഏത് രാജ്യം? ഗയാന. ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഗയാന. അടുത്ത ചോദ്യം ഓപ്പൺഹൈമറിന് ഒരുപാട് പുരസ്കാരങ്ങളാണ് 2024 ലഭിച്ചത്. ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ഓപ്പൺഹൈമറിനാണ്. ഇമ്പോർട്ടന്റ് ചോദ്യം. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ളത് ആർക്കാ ലഭിച്ചത്? ഏത് ചിത്രത്തിനാണ് ലഭിച്ചത്? ഓപ്പൺഹൈമറിനാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏത്? കസാക്കിസ്ഥാനാണ് ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം. ഹിമപ്പുലി കസാക്കിസ്ഥാൻ. അന്തരിച്ച ബസ്തിയോ പാണ്ഡെ ഏത് രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയാണ്? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അടുത്തിടെ അന്തരിച്ച ബസ്തിയോ പാണ്ഡെ. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ് ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. നരേന്ദ്രമോദിയാണ് ലക്ഷദ്വീപിലെ വാർത്താവിനിമയ സംവിധാനം മെച്ചപ്പെടുത്താൻ കൊച്ചിയെയും ലക്ഷദ്വീപിനെയും കടലിനടിയിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതിക്ക് ഉദ്ഘാടനം ചെയ്തത്. മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? MK സാനു ആണ്. കൈരളി AI എന്നതാണ് സംസ്ഥാനത്തിന്റെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി പ്രോസസർ എന്ന് ഓർക്കുക. അർസലർ മിത്തൽ ഏഷ്യയിലെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് സംവിധാനം സൃഷ്ടിക്കാൻ IIT മദ്രാസുമായി സഹകരിക്കുന്ന കമ്പനിയാണ്. ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയടിച്ചത് UK അടുത്തിടെ 2024. ഭാരത് പാർക്ക് ഇന്ത്യ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എവിടെയാണ്? UAE. പ്രധാനപ്പെട്ട ചോദ്യം. UAE ഇന്ത്യ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖലയാണ് ഏത്? ഭാരത് പാർക്ക്. ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഗയാന. ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ളത് പുരസ്കാരം. ഈ പുരസ്കാരത്തിന് അർഹമായ ചിത്രം ഏതാണ്? ഓപ്പൺഹൈമർ. ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? കസാക്കിസ്ഥാൻ. ഇമ്പോർട്ടന്റ് ചോദ്യം. കസാക്കിസ്ഥാൻ. അടുത്തിടെ അന്തരിച്ച ബസ്തിയോ പാണ്ഡെ ഏത് രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ മുൻ പ്രധാനമന്ത്രിയാണ് അടുത്തിടെ അന്തരിച്ച ബസ്തിയോ പാണ്ഡെ. ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ടവയാണ്. 2024 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കിയിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.